Meet the Editors. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയത പൊട്ടിത്തെറിയിലെത്തി. തെരുവിലെത്തിയ പരസ്യ വെല്ലുവിളി പാർട്ടി നേതൃത്വത്തിന് തിരിച്ചടിയായി. പാർട്ടി സെക്രട്ടറി എത്തി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിലെ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. CPIM-ൽ വീണ്ടും വിഭാഗീയത രൂക്ഷം. വിഭാഗീയതയുടെ കനൽ പോലും അവശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞത് കൊട്ടാരക്കരയിൽ 2022 കനൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്ന് കരുനാഗപ്പള്ളിയിൽ ആളിക്കത്തി. അഭിപ്രായ ഭിന്നത സർവ്വസീമയും ലംഘിച്ചു. ലോക്കൽ സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയിലെത്തി. 10 ലോക്കൽ സമ്മേളനങ്ങളിൽ 7 എണ്ണവും മാറ്റിവെച്ചു. തർക്കം വാക്പോരിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി. കുലശേഖരപുരത്ത് 2ാം വട്ടവും പാളി. സൂസൻ കോടിയും വസന്തനും ഇരുചേരികളിലുമായി ഇടം പിടിച്ചു. ഭിന്നതകൾ ഏറെയുണ്ടെങ്കിലും പലപ്പോഴും അത് പാർട്ടിക്ക് പുറത്തെത്തിയില്ല, അഥവാ പുറത്തു പറയാൻ ആരും മുന്നോട്ട് വന്നില്ല. സമവായ നീക്കം പലതവണ നടത്തി, അതെല്ലാം പാളി. KN ബാലഗോപാൽ ഇന്നും മൗനം തുടർന്നു. പ്രശ്നപരിഹാരത്തിന് MV ഗോവിന്ദൻ നേരിട്ടെത്തി. പക്ഷേ പരിഹാരം മാത്രമായില്ല. അംഗങ്ങളെ പൂട്ടിയിട്ടതിന് പിന്നാലെ ഓഫീസിന് മുന്നിൽ വിമതരുടെ പരസ്യ പ്രകടനം. വാക്പോര് തെരുവിലിറങ്ങിയത് നേതൃത്വത്തിന് തിരിച്ചടിയോ? വിഭാഗീയത പുതിയ രൂപത്തിൽ പാർട്ടിയിൽ പിടിമുറുക്കുമോ? പറഞ്ഞു പരിഹരിക്കാവുന്നതാണോ പ്രശ്നങ്ങൾ? CPM-ലെ ആഭ്യന്തര വിഷയമാണെങ്കിലും സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയാണ് കൊല്ലം. ആ കൊല്ലത്തെ ഒരു ഏരിയ കമ്മിറ്റിയാണ് കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി വിനയാകുമോ വിഭാഗീയത എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, ഈ പിണറായി VS എന്നീ 2 ചേരികൾ വളരെ ശക്തമായ ഒരു കാലത്ത് VS-ന്റെ പക്ഷത്തായിരുന്നു കൊല്ലത്തെ പ്രബലരായിട്ടുള്ള CPM നേതാക്കളെല്ലാം. PK ഗുരുദാസൻ അടക്കം. PK ഗുരുദാസനും ഇപ്പോഴത്തെ ഈ ചർച്ചയുള്ള PR വസന്തൻ അടക്കം VS പക്ഷത്തായിരുന്നു. പിന്നീട് പിണറായി പക്ഷത്തേക്ക് മാറുന്നു. ഇപ്പോൾ പിണറായി പക്ഷമേ സംസ്ഥാനത്തുള്ളൂ. പക്ഷേ പ്രാദേശികമായി പല പക്ഷങ്ങളായി വിഭാഗങ്ങളായി തിരിയുന്നുണ്ട്. കൊല്ലത്ത് നമ്മൾ കണ്ടതും അതാണോ വിനയാകുമോ? ഞാൻ ഇതിനെ വിഭാഗീയത എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് CPM ഒരു സംഘടന എന്ന നിലയ്ക്ക് CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീർണതയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിൻ്റെ കാരണം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും പ്രത്യയശാസ്ത്രത്തിലൂന്നി പ്രവർത്തിക്കുന്ന പാർട്ടികളാണല്ലോ. സ്വാഭാവികമായിട്ടും പ്രത്യയശാസ്ത്രത്തിലൂന്നി പ്രവർത്തിക്കുന്ന പാർട്ടികളിൽ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നതകളുണ്ടാകും. ആ അഭിപ്രായ ഭിന്നതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നത് പിന്നീട് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുന്നത് എങ്ങനെയാണ്? ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി പിളരുന്നത് തന്നെ, അല്ലേ? ഒരു വിഭാഗം സോവിയറ്റ് മാതൃകയാണ് ശരിയെന്ന് പറയുന്നു, മറ്റൊരു വിഭാഗം ചൈനീസ് മാതൃകയാണെന്ന് ശരിയെന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ നമുക്കറിയാമല്ലോ, BT രണദീവയുടെ കൽക്കട്ട തീസിസ് വരുന്നു. കൽക്കട്ട തീസിസ് എന്താ പറയുന്നത്? സായുധ വിപ്ലവത്തിലൂടെ അധികാരം പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കണ്ട വിഭാഗീയത എന്ന് പറയുന്നത് പിണറായി പക്ഷവും VS പക്ഷവുമായി നടന്നിട്ടുള്ള ഒരു 10-15 വർഷക്കാലം നടന്നിട്ടുള്ള ഏറ്റുമുട്ടലാണ്. പക്ഷേ ആ വിഭാഗീയതയുടെ സ്വഭാവം എന്താണ്? അതും ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തന്നെയാണ് എപ്പോഴും ആ വിഭാഗീയത നിന്നിട്ടുള്ളത്. പിൽക്കാലത്ത് അത് വ്യക്തികേന്ദ്രീകൃതമായി മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. VS അച്യുതാനന്ദൻ 2006 മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ADB വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്, അല്ലേ? അത് പാർട്ടിയുടെ തീരുമാനമാണ് ADB വായ്പ എടുക്കണമെന്ന്. അതിന് മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദനെതിരായിരുന്നു. ADB വായ്പ എടുക്കരുതെന്നാണ് അദ്ദേഹം ക്യാബിനറ്റിൽ ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള പാലളി മുഹമ്മദ് കുട്ടിയാണ് പോയിട്ട് അന്ന് ADB ആയിട്ട് കരാർ ഒപ്പുവയ്ക്കുന്നത്. ഈ നിലയ്ക്ക് നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന വിഭാഗീയത എന്ന് പറഞ്ഞ പ്രശ്നം പാർട്ടിക്കുള്ളിൽ രൂക്ഷമായത്. ഇപ്പം LDF-ലേക്ക് ലീഗിനെ കൊണ്ടുവരണം എന്നൊരു നിലപാട് പിണറായി പക്ഷത്തിനുണ്ടായിരുന്നു. അതിനെ ശക്തമായി എതിർത്തിട്ടുള്ള ആളാണ് VS അച്യുതാനന്ദൻ. നമുക്കറിയാമല്ലോ, INL രൂപീകരിച്ചിട്ട് 27 വർഷമായിട്ടും ആ പാർട്ടി പുറത്തു നിൽക്കുകയായിരുന്നില്ലേ? VS അച്യുതാനന്ദൻ നിശബ്ദനായതിനു ശേഷമല്ലേ INL LDF-ലേക്ക് വരുന്നത്? അപ്പോൾ ഈ രീതിയിലൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങൾ ആ പാർട്ടിക്കകത്ത് നിന്നിട്ടുണ്ട്. വർഗ്ഗസമരമല്ല ഇനി ആവശ്യം, വർഗ്ഗ സഹകരണമാണ് എന്നൊരു നിലപാട് പാർട്ടിക്കകത്തുണ്ടായി. ആ വർഗ്ഗ സഹകരണത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കാം എന്നുള്ള ആശയം പാർട്ടിക്കകത്ത് ശക്തമായി. അതിനെ വർഗ്ഗസമരം എന്ന സിദ്ധാന്തം കൊണ്ട് എതിർത്ത മറ്റൊരു പക്ഷമുണ്ടായി. ഈ രീതിയിലൊക്കെ ഈ പറയുന്ന പിണറായി വേഴ്സസ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നമ്മൾ 2 വ്യക്തികളിലേക്ക് ചുരുക്കേണ്ട
അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു സംഘർഷം കൂടിയായിരുന്നു, ആശയപരമായിട്ടുള്ള ഒരു സംഘർഷം കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വർഗ്ഗസമരം വേണ്ട, വർഗ്ഗസഹകരണം മതി എന്നുള്ള ആശയത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഈ പറയുന്ന സംഭവവികാസങ്ങൾ കാണിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഉയർന്നു നിൽക്കുന്ന മുദ്രാവാക്യങ്ങൾ? ഈ ഏരിയ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് വിമതർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലൈംഗികാരോപണം, മണൽ മാഫിയയ്ക്ക് കൊടപിടിച്ചു കൊടുക്കൽ, അല്ലേ, ക്വാറി മുതലാളിമാരുമായിട്ട് കൈകോർത്ത് പിടിക്കൽ, അല്ലേ, തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിക്കൽ, നിയമന തട്ടിപ്പ്. നമുക്കറിയാമല്ലോ, കെ.എസ്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കവി, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്ന കെ.എസ്. അച്യുതാനന്ദൻ ഒരു അഭിമുഖത്തിൽ പറയുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത കാര്യം എന്തായിരുന്നു? തുടർഭരണം ഈ പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ, ഈ പാർട്ടിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. പ്രശ്നം എന്താണ്? ഈ പാർട്ടിയിലെ പ്രവർത്തകർ, അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ തരത്തിലുള്ള പദവികളിലും ഇരിക്കുന്ന ആളുകൾ സമൂഹത്തിലെ പിന്തിരിപ്പൻ ശക്തികളുമായി കൂട്ടിയേരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ, ഇതിപ്പോൾ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ല കേട്ടോ. നമ്മൾ ഈ കുലശേഖരപുരത്ത് ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളാണ് ഈ പറയുന്ന നിയമന തട്ടിപ്പും തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പും ലൈംഗിക ചൂഷണവും അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ. അതുപോലെ തന്നെ മണൽ മാഫിയുമായിട്ട് ബന്ധമുള്ള പാർട്ടി നേതാക്കളുണ്ടാകുന്നു. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിലുണ്ടായ പരാതി എന്തായിരുന്നു? സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ സഖാക്കളുടെ അശ്ലീല വീഡിയോ പകർത്തുന്നു എന്നുള്ളതായിരുന്നു, പുകയിലക്കടത്ത് നടത്തുന്നു എന്നുള്ളതായിരുന്നു. ഈ രീതിയിലൊക്കെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒരു ജീർണത സംഭവിക്കുന്നു. അവരവരുടെ സാമൂഹിക ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ശുദ്ധത പുലർത്താത്തൊരു സാഹചര്യം വരുന്നു. അത് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി വരുന്നു. ഇപ്പോൾ ചെറിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നം എന്താ? പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷിന്റെ നേതൃത്വത്തിലാണ് വിമത ശബ്ദം ഉയർന്നിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ആശയ പ്രശ്നമാണോ അവിടെ ഉയർന്നിരിക്കുന്നത്? അല്ല. ഒറ്റ കാര്യമുള്ളൂ, EN സുരേഷ് ബാബുവിൻ്റെ ധാർഷ്ട്യം, പാർട്ടി ജില്ലാ സെക്രട്ടറി ധാർഷ്ട്യം. എന്താണ് ആ ധാർഷ്ട്യത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്? ഒരു വർഷം മുമ്പ് പാലക്കാട് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്ന് CPM ചേർന്ന പ്രദീപ് എന്ന് പറഞ്ഞ ആളെ അവിടുത്തെ അരുൺ പ്രസാദിനെ ലോക്കൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സമരം നടക്കുന്നത്. ഇതാണോ പാർട്ടിയിലെ വിഭാഗീയത എന്ന് പറയുന്നത്? പാർട്ടിയിലെ വിഭാഗീയത എന്ന് പറയുന്ന ആശയപരമായ ഏറ്റുമുട്ടലാണ്. ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് എൻ്റെ അഭിപ്രായം. അത് വ്യക്തികേന്ദ്രീകൃതമായി പാർട്ടിക്കുള്ളിൽ രണ്ട് സംഘടനയായി പ്രവർത്തിക്കാതിരുന്നാൽ മതി. മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു യോജിപ്പിലെത്തുകയും ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു രീതിയാണെന്നേ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഓരോ ഏരിയ കമ്മിറ്റികളിൽ നിന്നും ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും സമ്മേളനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വലിയ ലൈംഗിക ആരോപണങ്ങൾ, വലിയ അഴിമതി ആരോപണങ്ങൾ, വലിയ തട്ടിപ്പ് ആരോപണങ്ങൾ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള വിയോജിപ്പുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കെ രാജഗോപാലും കെ സോമപ്രസാദും എങ്ങനെയാണ് കാറിൽ യാത്ര ചെയ്ത് കൂക്കി വിളിക്കുന്നു? രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയാണ്, പാർട്ടി പ്രവർത്തകനാണ് കൂക്കി വിളിക്കുന്നത്. ഇതൊന്നും CPM നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിഭാഗീയത നടന്ന കാലത്ത് പോലും പാർട്ടി സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടുകയാണ് ഇവർ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലൊക്കെയുള്ള പ്രതിഷേധങ്ങൾ വളരുന്നു. ഒരിക്കലും ആശയപരമായിട്ടുള്ള വിയോജിപ്പേ അല്ല ഇപ്പോൾ CPM നടന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ആ സംഘടനയ്ക്കുള്ളിൽ ഒരു വലിയ ജീർണത വന്ന് പിടിപെട്ടിട്ടുണ്ട്. ആ ജീർണത എന്ന് പറയുന്നത് ഈ തുടർഭരണത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ആണോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം അധികാരത്തിൻ്റെ തണലിൽ നിന്ന് പലതും നേടിയെടുക്കാൻ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കുന്നു. ആ ശ്രമങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഗൗരവത്തിലെടുത്ത് കടിഞ്ഞാണിടേണ്ട പാർട്ടി നേതൃത്വം അക്കാര്യങ്ങൾക്ക് നിശബ്ദത പാലിക്കുന്നു എന്നതാണ്. ഞാനൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാം. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യമുണ്ട്. എത്രയോ പരാതികളാണെന്നറിയാം ജില്ലാ കമ്മിറ്റിക്ക്, ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടി പ്രവർത്തകർ നൽകിയിട്ടുള്ളത്. ആ പരാതികൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. CPM രീതിയല്ല അത്. ആ പരാതികൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അത്തരം പരാതികൾ കൊടുക്കുന്നവരെ ഒരു എന്താ പറയുക, ഒറ്റപ്പെടുത്തുന്നൊരു സമീപനം ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നൊരു സംവിധാനം ഉണ്ടാകുക. അതൊക്കെയാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ഇന്നിപ്പോൾ ഈ ബിബിൻ BJP ചേർന്നിട്ടുള്ളൂ ആലപ്പുഴയിലെ. ബിബിൻ്റെ അമ്മ പ്രസന്നകുമാരി ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗമാണ്. അവിടെ പത്തിയൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തുണ്ട്, ആലപ്പുഴയിലെ പത്തിയൂർ എന്ന് പറഞ്ഞ പഞ്ചായത്ത്. നിങ്ങൾക്കറിയാമോ, ഇന്നുവരെ നടന്ന തെരഞ്ഞെടുപ്പിൽ, ഈ കേരളം ഉണ്ടായതിനു ശേഷം ഇന്നുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പത്തിയൂർ പഞ്ചായത്ത് വലിയ പഞ്ചായത്ത് കേട്ടോ, ഒരു 19,000 ആളുകളുണ്ട്. ആ പഞ്ചായത്തിൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് പോയിട്ടില്ല. ഒന്നാം സ്ഥാനത്താണ്. ഏത് തെരഞ്ഞെടുപ്പെടുത്താലും പത്തിയൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാം സ്ഥാനത്താണ്. ഈ പ്രാവശ്യം പാർലമെന്റ് സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് എന്താ സ്ഥിതി എന്നറിയാമോ? 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് BJP, 2-ാം സ്ഥാനത്ത് കോൺഗ്രസ്, 3-ാം സ്ഥാനത്ത് CPM, ചരിത്രത്തിലാദ്യമായിട്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ നേരത്തെ തന്നെ പ്രശ്നവുമാരി ഒരു കത്തായിട്ട് കൊടുക്കുന്നുണ്ട് ജില്ലാ നേതൃത്വത്തിന്, അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ആർക്കെങ്കിലും എതിരായിട്ട് വന്നാൽ പാർട്ടിയുടെ ഒരു രീതി ഉണ്ടല്ലോ, നല്ല സംഘടനാചട്ടക്കവും സംഘടനാ ചട്ടക്കൂടുമുള്ളൊരു പ്രസ്ഥാനമാണല്ലോ CPM. അവരത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നൊരു രീതിയുണ്ട്. അതെല്ലാം വൈകിച്ച് ഈ പരാതികൾ വരുന്നതിനൊക്കെ ഫ്രീസറിൽ വെച്ചേക്ക്, അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുക, അഥവാ പരാതി കൊടുക്കുന്നവരെ ഒറ്റപ്പെടുത്തി കളയുക, പിന്നീട് ഇതെല്ലാം എതിർ ശബ്ദങ്ങളായി വരിക. ഈ രീതിയിൽ സംഘടനാ സംവിധാനം മാറുന്നത് ഒട്ടും തന്നെ ആശാസ്യമല്ല. അതുകൊണ്ട് CPM നേതൃത്വം ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ കാണണം. അടിയന്തരമായ പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് CPM സംഘടനാ രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമാണെന്നേ, സമ്മേളന കാലത്ത് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി
പൊട്ടിത്തെറികൾ ഉണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നതിനെ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനുവേണ്ട തടയിടൽ നടത്തുകയൊക്കെ ചെയ്യേണ്ട സംസ്ഥാന നേതൃത്വം ഈ കാര്യങ്ങളെ ഗൗരവമായി കണ്ടിട്ടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ജില്ലാ നേതൃത്വങ്ങൾക്കും അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയെ ഒരു ജീർണത ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ജീർണത വളരാൻ വിട്ടാൽ സ്വാഭാവികമായും കോൺഗ്രസ് മറ്റൊരു പാർട്ടിയെ ഏതെങ്കിലും വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്താണോ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്, ആ വ്യത്യസ്തമാക്കി നിർത്തുന്ന ആ പ്രതിച്ഛായ ഉണ്ടല്ലോ അതെല്ലാം നഷ്ടപ്പെടുകയും അതൊരു ഒരു ബൂർഷ്വാ പാർട്ടിയായി അധപതിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു കരുതൽ CPM നേതൃത്വത്തിന് ഈ വിഷയത്തിൽ വേണമെന്നാണ് എൻ്റെ നിലപാട്. തീർച്ചയായിട്ടും വിഭാഗീയത പാർട്ടിക്ക് വിനയാകുമോ എന്ന ചോദ്യത്തിന് അന്തിമമായ പാർട്ടിക്ക് ഇത് വിനയാകില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപപരിണാമത്തിൻ്റെ അല്ലെങ്കിൽ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് എന്നാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. അത് നേതൃതലത്തിലോ ഭരണതലത്തിലോ പാർട്ടിയും സർക്കാരുമായിട്ടോ പാർട്ടിക്കുള്ളിലെ നേതൃത്വങ്ങൾ തമ്മിലോ വിഭാഗീയതയില്ല എന്നത് വസ്തുതയായിരിക്കെ ലോക്കലായിട്ടുള്ള തർക്കങ്ങൾ, പ്രാദേശിക നേതാക്കൾ പ്രാദേശിക ഘടകങ്ങളെ പിടിമുറുക്കാൻ വേണ്ടിയിട്ടുള്ള തർക്കമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതിന് ഒരു പരിധിക്കപ്പുറം ഈ സമ്മേളന കാലയളവിനും അപ്പുറം വലിയ സാധ്യതയുമുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അത് പ്രവർത്തിച്ചു പോരലാണ് പതിവ്. കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടായതുപോലെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാവാം. അത് ഒറ്റപ്പെട്ട പൊട്ടിത്തെറികളാണെങ്കിലും 2-3 ജില്ലകളിൽ അതിപ്പോൾ വളരെ വ്യക്തമായി വരുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമ്മളിപ്പോൾ കണ്ട കരുനാഗപ്പള്ളിയിലെ സംഭവം. കരുനാഗപ്പള്ളിയിൽ ഒരു ഭാഗത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തനും സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയും അവർ തമ്മിലുള്ള 2 വലിയ ശക്തമായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. സൂസൻ കോടിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം PR വസന്തനെ അംഗീകരിക്കുന്നില്ല. PR വസന്തൻ നമുക്കറിയാവുന്നതുപോലെ കൊല്ലം ജില്ല കണ്ട ഏറ്റവും മികച്ച സംഘാടകനായിരുന്നു. DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ആ നിലകളിലെല്ലാം ആദ്യഘട്ടത്തിൽ VS അച്യുതാനന്ദനോടൊപ്പം നിലയുറപ്പിക്കുകയും പിന്നീട് പിണറായി പക്ഷത്തേക്ക് വരികയും ചെയ്ത PR വസന്തന് കൊല്ലം ജില്ലയിലെ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മിക്കവാറും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും വലിയ സ്വാധീനമുണ്ട് എന്നത് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ സമ്മേളനങ്ങളിൽ PR വസന്തന് മേൽക്കൈയുള്ളവരെ അധികാരത്തിലേക്ക് എത്തുകയും അഥവാ സംഘടനാ ചുമതലയിലേക്ക് എത്തുന്നതിനെ സൂസൻ കോടിയുടെ വിഭാഗത്തിലുള്ള ഒരു വിഭാഗം എതിർക്കുന്നു എന്നതാണ് കൊല്ലം ജില്ലയിലുള്ള വിഷയം. ഇതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിൻബലമില്ല എന്നതാണ്. രണ്ടാമത് നമ്മൾ നോക്കൂ, ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ഒരു ഭാഗത്ത് G. സുധാകരൻ നിൽക്കുന്നു, മറുഭാഗത്ത് സജി ചെറിയാൻ, പാർട്ടി സെക്രട്ടറി നാസർ നിൽക്കുന്നു, PP ചിത്രരഞ്ജൻ നിൽക്കുന്നു, H. സലാം നിൽക്കുന്നു. അവിടെ നടക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും സുധാകരനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിലടക്കം സുധാകരൻ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണിതാവാണ്, പാർട്ടിയുടെ ഏരിയ സെൻറ്ററിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ പൊതുസമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതെ അദ്ദേഹത്തിന് വീടിന് 1 കിലോമീറ്റർ അകലെ വെച്ച് ഒരു സമ്മേളനം പൂർത്തിയാവുകയാണ്. അത് ആലപ്പുഴയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം കേൾപ്പിക്കുന്നു. അതും ഏതെങ്കിലും തരത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമായുള്ള ഒരു വിഭാഗീയതയോ ഒരു സംഘർഷമോ വൈരുദ്ധ്യമോ അല്ല. ഇനി കൊഴിഞ്ഞാമ്പാറയിലേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ EN സുരേഷ് ബാബുവിനെതിരെ കൊഴിഞ്ഞാമ്പാറ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഇപ്പോൾ വിമത കൺവെൻഷൻ വിളിച്ചു, സ്വന്തമായിട്ടൊരു വിമത പാർട്ടി ഓഫീസ് തന്നെ തുറന്നു. അതിന് EMS സെന്റർ എന്ന് കൂടി അതിന് പേരിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊള്ളാച്ചി റോഡിൽ. അപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു സമാന്തര പാർട്ടി സംവിധാനം എന്ന നിലയിൽ കൊഴിഞ്ഞാമ്പാറ ഏരിയയിൽ ഒരു ഒഞ്ചിയം ലൈനിൽ ഒരു പാർട്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നോക്കൂ, ഈ അരുൺ പ്രസാദിനെ ഭാരവാഹിയാക്കുന്നതിനെതിരെ ഉയർന്ന പ്രാദേശികമായിട്ടുള്ള വികാരമാണ് അവിടുത്തെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗീയത എന്ന നിലയിൽ വളരുന്നത്. പക്ഷേ ഈ മൂന്നിനും അടിസ്ഥാനമായി പ്രത്യയശാസ്ത്ര ബന്ധമില്ല, ആശയപരമായ ഒരു സംഘർഷമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ സമ്മേളന കാലയളവുകളിലും ഇതേപോലെ പ്രാദേശിക ഘടകങ്ങളിൽ പിടിമുറുക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ശ്രമത്തിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. ഞാനിതിൽ പാർട്ടിക്ക് വിനയാവില്ല എന്ന് പറയാനുള്ള കാര്യം ഇത് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല. കാര്യം PR വസന്തനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു നേതൃത്വം സംസ്ഥാന തലത്തിലും സൂസൻ കോടിയെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം സംസ്ഥാന തലത്തിലുമില്ല. ഇവർ രണ്ടുപേരും പിണറായി വിജയൻ്റെ പക്ഷക്കാരാണ്. പക്ഷേ പിണറായി വിജയനോ സംസ്ഥാന നേതൃത്വത്തിനോ പിടികൊടുക്കാത്ത പ്രാദേശിക ഘടകങ്ങളിലാണ് ഇവരുടെയൊക്കെ സ്വാധീനമുള്ളത്. ആ സ്വാധീനങ്ങളിലാണ് ഇവരുടെയൊക്കെ ഈ ഘടകങ്ങളിൽ ഇപ്പോൾ ഈ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിക്ക് ഇതുവരെ പരിചയമല്ലാത്ത രീതികൾ നമ്മൾ കാണുന്നത്. കുട്ടനാട്ടിൽ വലിയ അടി നടന്നിട്ടുണ്ട് 2017. അന്നത്തെ അടി ഉണ്ടാകുന്ന സമയത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് 2022 നമ്മൾ കരുതിയതാണ്. അതൊക്കെ അവസാനിച്ചു. VSൻ്റെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു കൊല്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് KN ബാലഗോപാൽ അവിടുത്തെ ഒരു അനിഷേധ്യ നേതാവായിട്ട് വളരുന്നു. ഒരു ഭാഗത്ത് PR വസന്തനുണ്ട്, മറുഭാഗത്ത് സുദേവനുണ്ട്, അതേപോലെ സോമപ്രസാദുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിൽ വ്യത്യസ്ത നേതാക്കളിൽ അവിടെ ഒരു വലിയ സ്വാധീന ശേഷി അവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യയശാസ്ത്ര
പ്രത്യയശാസ്ത്രപരമല്ലാത്ത ഇത്തരം പ്രാദേശിക സംഘർഷങ്ങൾ പാർട്ടിക്ക് അടിസ്ഥാനപരമായി വിനയാകും എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ തുടർച്ചയിൽ പാർട്ടിയിലെ പ്രാദേശിക ഘടകങ്ങൾക്കുമേൽ ഒരു നേതൃത്വ പദവിയിലേക്ക് എത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അധികാരം പ്രയോഗിക്കാനുള്ളൊരു അവസരമായിട്ടാണ് നേതാക്കൾ എടുക്കുക. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഭരണപരമായ ഒരു സ്വാധീനവും പ്രാദേശിക ഘടകങ്ങൾ ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട് വളരെ വ്യക്തമായി. പക്ഷേ പലപ്പോഴും അങ്ങനല്ല. ഏരിയ കമ്മിറ്റിയിലാണെങ്കിലും ശരി, ജില്ലാ കമ്മിറ്റിയിലാണെങ്കിലും ശരി, ലോക്കൽ കമ്മിറ്റിയിലാണെങ്കിലും ശരി, ഇവിടെയുള്ള ഭാരവാഹികൾ നിരന്തരം ഭരണപരമായ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരു വിഭാഗത്തിന് അനുകൂലമായി നിൽക്കുകയും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുഗുണമല്ലാത്ത രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ച് ഇത്തരം കൂട്ടുകെട്ടുകളിൽ പോയി വീഴുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് കായംകുളത്ത് നമ്മൾ കണ്ടത്. അതുതന്നെയാണ് ഇപ്പോൾ PR വസന്തനെതിരെ നടപടി ഉണ്ടായിരുന്നു. നേരത്തെ എന്തായിരുന്നു ഒരു നടപടി? സ്കൂളിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായിരുന്നു. ആ നടപടിയിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ PR വസന്തനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നുള്ള ആഹ്വാനമുണ്ടായി. അതേപോലെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് PR വസന്തന് അവിടെ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നതിന് പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കം ചെയ്ത അവസ്ഥയുണ്ടായി. G. സുധാകരൻ ആലപ്പുഴയിൽ വരുന്ന സമയത്ത് TJ ആഞ്ചലോസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന വലിയ ചർച്ചാ വിഷയമാവുന്ന സാഹചര്യമുണ്ടായി. ഇതൊന്നും അടിസ്ഥാനമായി പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലല്ല, പകരം ഭരണപരമായ സ്വാധീനമാർക്ക് പ്രാദേശിക ഘടകത്തിൽ എന്നത് ഉറപ്പിക്കാൻ ചില പ്രാദേശിക നേതാക്കൾ നടത്തുന്ന ശ്രമമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അത് ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണകരമായ ഒന്നായിരിക്കില്ല എന്നത് തീർച്ചയാണ്. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലും ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പാർട്ടി പരിഹരിച്ചു പോകലാണ് പതിവ്. ഇക്കൊല്ലവും അത് തന്നെ സംഭവിക്കും. അതിന് വ്യത്യസ്തമായി വലിയ പ്രഹരശേഷി ഏൽപ്പിക്കാൻ പറ്റിയ നേതാക്കന്മാരൊന്നും ഈ വിഭാഗീയതയ്ക്ക് പ്രാദേശികമായി വലിയ പിന്തുണ നൽകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇതൊന്നും സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്ത് വ്യത്യസ്ത ചേരികളിലായി നിൽക്കാൻ പറ്റിയ നേതൃത്വവും പാർട്ടിയിലില്ല എന്നാണ്. പാർട്ടിയിൽ പിണറായി പക്ഷം തന്നെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. ആ പിണറായി അടുത്ത ടേമിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവാതിരിക്കുന്നേക്കാം. ആ ഘട്ടത്തിലും MV ഗോവിന്ദൻ മാഷിനൊപ്പം അണിനിരക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന് വ്യത്യസ്തമായ ഒരു പാർട്ടി ലൈൻ നിങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു പ്രാദേശികമായ പ്രത്യയശാസ്ത്രവുമായി ഒരു പുലബന്ധവും ഇല്ലാത്ത, ആശയപരമല്ലാത്ത, തികച്ചും ഭരണപരമായ ഒരുപക്ഷെ ബൂർഷ്വാ പാർട്ടികൾക്കൊക്കെ ചേരുന്ന വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ സമാനമായ രീതിയിലുള്ള പുഴുക്കുത്തുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ആളുകളുടെ വിഭാഗീയ പ്രശ്നങ്ങൾ മാത്രമാണ്, പ്രാദേശിക താല്പര്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം. അത് ആത്യന്തികമായി പാർട്ടിക്ക് വിനയാവില്ല. പക്ഷേ ഇത് ഓരോ സമയത്തും ഉണ്ടാവുന്നു. അധികാരത്തിലിരിക്കുന്ന പാർട്ടിയിൽ ഇതുണ്ടാവുമ്പോൾ സ്വാഭാവികമായും അതിലൊരു അപജയത്തിൻ്റെ ലക്ഷണമുണ്ട് എന്നുകൂടിയാണ് എൻ്റെ പക്ഷം. അപ്പോൾ സംഘടനാപരമായി ഇനി വരും നാളുകളിൽ ഇത് അതിജീവിക്കും പാർട്ടി. പക്ഷേ ഈ അപജയത്തിൻ്റെ കാരണം പാർട്ടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. സ്മൃതി, വിനയാകുമോ വിഭാഗീയത എന്നതിൽ വിനയാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പരസ്യ പ്രതിഷേധം എന്നുള്ളൊരു പുതിയ കാര്യമാണെന്ന് കരുതേണ്ട കാര്യമില്ല. അപ്പോൾ VSന് സീറ്റ് നിഷേധിപ്പിക്കേണ്ട സമയത്ത് ഒരു പരസ്യ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഒരു സന്ധ്യാനേരത്ത് വലിയ തോതിൽ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സീറ്റ് നൽകുകയും ചെയ്തല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏത് വിഷയത്തിലാണ് പ്രതിഷേധമെന്നും ആ പ്രതിഷേധിക്കുന്ന വിഷയത്തെ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. ഇപ്പോൾ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ജീർണതയാണ് വിഭാഗീയതയല്ല. അങ്ങനെയെങ്കിൽ ആ ജീർണതയിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നോക്കൂ, വിഭാഗീയതയിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, ലൈംഗിക ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തെ അഡ്രസ്സ് ചെയ്യാതെ ആ കമ്മിറ്റിയെ ആകെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുന്നു. പലയിടത്തായി ഈ തരത്തിലുള്ള പ്രശ്നപരിഹാരം നമ്മൾ കാണുകയാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ കമ്മിറ്റിയെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും എതിരെ നടപടികൾ എടുക്കുക. ഇപ്പോൾ പല സ്ഥലത്തും നമ്മളിത് കണ്ടു. ഇത് കൊല്ലത്ത് കണ്ടു, അതുപോലെ കോഴിക്കോട് കണ്ടു. കോവൂരിൽ ഏരിയ കമ്മിറ്റി ഒരു പൊതുശല്യമായ ഒരാളെ സമ്മേളനത്തിൽ ഒഴിവാക്കി. പിന്നീട് നേതൃത്വം ഇടപെട്ട് അയാളെ പാർട്ടിയിലേക്ക് സമ്മേളനത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ പലയിടത്തും ഇപ്പോൾ PK ശശിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പാർട്ടിയിൽ തന്നെ ഒരു വനിത പരാതി നൽകിയ ഘട്ടത്തിൽ എത്ര വൈകിയാണ് നടപടിയിലേക്ക് പോയത്. അപ്പോഴും അദ്ദേഹത്തെ തരം താഴ്ത്തിയ ശേഷം പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കുന്നു. അല്ലേ? ഇപ്പോൾ വീണ്ടും നടപടിയിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം KTDC ചെയർമാനായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം നിൽക്കുകയാണ്. അതിനെ ഇപ്പോൾ പറയുന്ന പോലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, അപ്പുറത്ത് മണൽ മാഫിയയും ക്വാറി ബന്ധവും അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസം കോഴിക്കോട് വിഷയം ചർച്ച ചെയ്തിരുന്നു. പ്രമോദ് ഉയർത്തിയ വിഷയം. ആ വിഷയത്തിൽ പാർട്ടി തന്നെ ഒരു അന്വേഷണം നടത്തുകയും പാർട്ടി തന്നെ ഒരു റിപ്പോർട്ട്
തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ഫണ്ട് എങ്ങനെ പിരിക്കുന്നു എന്നുള്ളതിൽ സാധാരണ ഓരോ സാധാരണക്കാരിൽ നിന്നും പാർട്ടി പണം പിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ അവിടെ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ചില മുതലാളികൾ 1-2 മുതലാളിമാരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ഫണ്ടുണ്ടാക്കുന്നു. അതിന് റിസീറ്റ് ഉണ്ടാകില്ല. ദേശാഭിമാനിക്കായി വരിക്കാരെ ചേർക്കുന്നതിലും അഴിമതി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മണ്ണ് മാഫിയ ബന്ധം പറയുന്നു. ഇതിലൊക്കെ എന്താണ് നടപടി ഉണ്ടായിട്ടുള്ളത്? അത് നമ്മൾ കേൾക്കുന്നില്ല. ഇതിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ ചേർത്തുകൊണ്ടുള്ള ആരോപണങ്ങളൊക്കെയാണെന്ന് ഉയർന്നിട്ടുള്ളത്. അതിലെന്ത് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ താഴെത്തട്ടിൽ ഈ പ്രവർത്തകർ, ഇപ്പോൾ ഈ ബിപിൻ എന്ന് വരുന്ന പ്രവർത്തകനെതിരെ നേരത്തെ ആരോപണം ഉയർന്നതാണ്. ഭാര്യ നൽകിയ പരാതിയുണ്ട് അവിടെ നിന്ന് പറയുന്നു. പക്ഷേ ആ പരാതി പാർട്ടിക്കും നൽകിയിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. 6 മാസം സസ്പെൻഷന് ശേഷം അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പിന്നീട് പാർട്ടിയിലേക്ക് വരുന്നത്? ഇപ്പോൾ ആ വിഷയമാണ് പാർട്ടി ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരാളെ കുറച്ചു കാലമായി പാർട്ടിയിൽ നിർത്തുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJP-യിലേക്ക് പോകുന്ന എല്ലാവരും പറയുന്ന സ്ഥിരം കാര്യമാണ് പറയുന്നത്. മോദിയുടെ വികസന നയത്തിൽ അതിൽ ആകൃഷ്ടനായി പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന ഒരാൾ, ഇപ്പോൾ BJP-യിലേക്ക് ഒരാൾ പോകുന്നത് ഒരു ബിപിനല്ലേ, ബിപിൻ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ പുറത്ത് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന പലരുമുണ്ട്. അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്ക് വലിയ തോതിൽ CPM വോട്ട് പോകുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുമ്പോൾ ഈ സമ്മേളന കാലയളവിൽ എങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരം നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് പാർട്ടി സെക്രട്ടറിമാർ ആയിരുന്നവർ എങ്ങനെയാണ് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നതെന്നൊരു വിഷയം വരുന്നത്. നേരത്തെ പിണറായി വിജയനായിരിക്കുമ്പോൾ പിണറായി വിജയനെ എല്ലാവരും അംഗീകരിക്കുന്നൊന്നുമില്ലെങ്കിലും അദ്ദേഹം അവസാന വാക്കാണ്, ആ രൂപത്തിലാണ്. പക്ഷേ ആ തരത്തിൽ MV ഗോവിന്ദൻ അത് കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അദ്ദേഹത്തെ ആ നിലയ്ക്ക് അദ്ദേഹത്തെ ബാക്കി ഘടകങ്ങൾ കാണുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. കോടിയേരിയുടെ മറ്റൊരു ശൈലിയാണ്. പക്ഷേ കോടിയേരി അനുനയിപ്പിച്ച് കൂടെ നിർത്തും. ആ ഒരു ശൈലിയും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ്റെ ശൈലി എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് എന്നറിയില്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും പിണറായി വിജയൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സീരിയസ് ആയ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് അകത്തുനിന്ന് തന്നെ സംസാരമുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആ തരത്തിൽ ഗൗരവത്തിൽ പാർട്ടി അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയിൽ വന്നിരിക്കുന്ന ജീർണതയെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, അതായത് ഏതെങ്കിലും 1-2 ആളുകൾ അവർ പോയാൽ പ്രശ്നം അവസാനിക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു പ്രവണത എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വിനയാകും വിഭാഗീയത എന്ന് തന്നെയാണ് രണ്ടുപേരുടെ അഭിപ്രായം. ഇത് പാർട്ടിക്ക് വിനയാകുമെന്നാണ്. എന്നാൽ എൻ്റെ അഭിപ്രായം അതൊരു അപജയത്തിൻ്റെ സൂചനയാണ്. പക്ഷേ സംഘടനാപരമായി അത് വിനയാവില്ല. പാർട്ടി സമ്മേളനത്തോടു കൂടി ഇതിനെ അതിജീവിക്കും എന്നതാണ് എൻ്റെ നിലപാട്. Meet the editors.